കഴിഞ്ഞ വർഷം ഒരു കുടുംബത്തിലെ 2 പേരുടെ ബൈപ്പാസ് സർജറി കഴിഞ്ഞു. അതിലെ ഒരാൾ വെറും 4 മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആരോഗ്യം തിരിച്ചു കിട്ടി. ഭാരമുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്, വീട്ടിലെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. എന്തിനേറെ ഹെവി ലിഫ്റ്റിംഗ് വരെ ഒരു പ്രശ്നമില്ല. മരുന്നുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് പൂർണ്ണമായിട്ടും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവാണ്. ഒരുപാട് മരുന്നുകൾ കഴിക്കുകയാണ്. ഇടയ്ക്കിടെ ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ബൈപ്പാസ് സർജറി കഴിഞ്ഞതിന് ശേഷം പോലും ഈ രണ്ടാമത്തെ വ്യക്തി ഒരു അഡ്മിഷന്റെ സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ ഇത്രയും കാശ് ചെലവാക്കി, ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും വേദന സഹിച്ച് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് മറ്റേ ആളെ പോലെ എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടാത്തത്? ഞാൻ ഇപ്പോഴൊരു ഹാർട്ട് ഫെയിലിയർ പേഷ്യന്റ് ആണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, പലർക്കും ബൈപ്പാസ് സർജറിക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പലരും ചെയ്യാതെയാണ് സർജറിയുമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ടെസ്റ്റിന്റെ പേരാണ് മയോകാർഡിയൽ വയബിലിറ്റി ടെസ്റ്റ്. എന്താണ് ഇതിന്റെ ശാസ്ത്രം? നമ്മളൊരു ചെടി നനക്കാതിരിക്കുകയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വാടി നിൽക്കും. ഈ വാടിയ ചെടി ഒന്ന് നനച്ചു കൊടുത്താൽ അത് വീണ്ടും ശരിയാവും. എന്നാൽ ഒരുപാട് നാള് നമ്മൾ ചെടി നനക്കാതിരിക്കുമ്പോൾ ഈ ചെടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോവാണ്. അത് എത്ര നനച്ചിട്ടും കാര്യമില്ല. ഇതുപോലെയാണ് ഹൃദയത്തിന്റെ അവസ്ഥ. ഹൃദയ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് ആ ഭാഗത്തെ ഹൃദയം ഉണങ്ങിപ്പോവും. അവിടെ ബ്ലോക്ക് നീക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നാൽ ചില ഭാഗത്ത് ഹൃദയമാംസപേശികൾ വാടി നിൽക്കുകയായിരിക്കും. അവിടെ നമ്മൾ രക്തപ്രവാഹം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ബ്ലോക്ക് നീക്കുകയാണെങ്കിൽ ആ ഭാഗം പൂർണ്ണമായിട്ടും സുഖപ്പെടും. നമ്മുടെ ആദ്യത്തെ രോഗിക്ക് ഹൃദയത്തിന്റെ പല ഭാഗങ്ങളും വാടി നിൽക്കുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ബൈപ്പാസ് കഴിഞ്ഞിട്ട് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയത്. എന്നാൽ രണ്ടാമത്തെ രോഗിക്ക് ഹൃദയത്തിന്റെ നല്ലൊരു ഭാഗം ഉണങ്ങി നിൽക്കുകയായിരുന്നു. അവിടെ ബൈപ്പാസ് കണക്ട് ചെയ്തത് കൊണ്ടും ഹാർട്ടിന്റെ പമ്പിങ് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ. ഇങ്ങനെ വാടി നിൽക്കുന്ന മാംസപേശികളെ ഹൈബർനേറ്റിംഗ് മയോകാർഡിയം എന്ന് പറയും. ഇതെങ്ങനെ കണ്ടെത്താം? മയോകാർഡിയൽ വയബിലിറ്റി ടെസ്റ്റ് സാധാരണഗതിയിൽ ന്യൂക്ലിയർ ഇമേജിംഗ് ഉപയോഗിച്ചാണ് ചെയ്യുക. ഇതിലൂടെ ഹൃദയത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് ജീവനുള്ള മാംസപേശികൾ ഉണ്ടെന്നും ഏതൊക്കെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ജീവനില്ലാതെ നിൽക്കുകയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ഒരുപാട് ബ്ലോക്കുള്ള വ്യക്തികളിൽ പലപ്പോഴും ഹൃദയത്തിന്റെ ഏത് ഭാഗത്താണോ ജീവൻ ബാക്കി നിൽക്കുന്നത് അവിടേക്കുള്ള ബ്ലോക്ക് മാത്രം നീക്കി കൊടുത്താൽ മതിയാവും. ചില ആളുകൾക്ക് ബൈപ്പാസ് വേണ്ടി വരില്ല. ആൻജിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ സെലക്റ്റീവ് റീവാസ്കുലറൈസേഷൻ മതിയാവും. ആരൊക്കെയാണ് വയബിലിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടത്? ഹൃദയത്തിന്റെ പമ്പിങ് ഒരുപാട് കുറഞ്ഞ വ്യക്തികൾ ബൈപ്പാസ് ചെയ്യുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് മുമ്പ് വയബിലിറ്റി ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാലം ബ്ലോക്ക് കൊണ്ടു നടന്ന വ്യക്തികൾ പിന്നീട് ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് വയബിലിറ്റി ടെസ്റ്റ് ആലോചിക്കുക. മൂന്നാമതായിട്ട് ഹൃദയത്തിന്റെ ഭിത്തികളുടെ കട്ടി കുറഞ്ഞവര് വയബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വയബിലിറ്റി ടെസ്റ്റ് അനാവശ്യമായിട്ടുള്ള സർജറിയിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ചെലവിൽ നിന്നും നമ്മെ തടഞ്ഞേക്കാം. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ പ്ലാൻ ചെയ്യാൻ വയബിലിറ്റി ടെസ്റ്റ് ആവശ്യമായി വന്നേക്കാം.